ഒരെണ്ണത്തിന് നമ്മൾ തങ്കുവിന് കൊടുക്കുവാണ്. അവിടെ തങ്കു കഴിച്ചോടാ. ഗൈസ്, നമ്മൾ നാട്ടിൽ വന്നിട്ട് പുതിയ വ്ളോഗൊന്നും കാണുന്നില്ലല്ലോ എന്ന് നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചു. അപ്പോൾ നമ്മൾ നാട്ടിൽ വന്നിട്ട് ഒട്ടും സമയം കിട്ടിയിട്ടുണ്ടായില്ല, ഫുള്ള് ബിസി ആയിരുന്നു. അത് കാരണം കേട്ടോ വീഡിയോ ഇടാഞ്ഞത്. അപ്പോൾ നമ്മൾ ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചു ഈ ഷൈനോ വരെ വന്ന് നമ്മളിന്ന് ഷൈനോയുടെ വീട് കാണിച്ചു തരുന്നതായിരിക്കും. ഷൈനോ നമ്മുടെ വീടിൻ്റെ അടുത്ത വീട്ടിലെ കുട്ടിയാണ്. ഒരു ഗൈസ്, നമുക്ക് ഷൈനോയുടെ വീട് കണ്ടിട്ട് വരാം. ദേ ഈ കാണുന്നതാണ് ഷൈനോയുടെ വീട്. നമ്മുടെ വീട് ദേ ഇത് തന്നെയാണ് കേട്ടോ. നേരെ ഓപ്പോസിറ്റ് ഷൈനോയുടെ വീടാണ്. ഇവിടെ നമ്മുടെ തങ്കു ഇരിപ്പുണ്ട്. പുള്ളി കിളിയൊക്കെ പിടിച്ചിട്ടിരിക്കുക. ഇവൻ്റെ വീക്ക്നെസ് കിളിയെ പിടിച്ച് കഴിക്കുന്ന കേട്ടോ. അതുകൊണ്ട് നമ്മുടെ വേറൊരു തങ്കു ഇരിപ്പുണ്ട്, ചെറിയ തങ്കു. ഷൈനോ ഇട്ടായി അത്തപ്പൂ ഇടുണ്ട്. ഷൈനോ കാണിച്ചേടി, എൻ്റെ അത്തപ്പൂ കാണിച്ചേ. നോക്കുക, ഷൈനോ ഇട്ട അത്തപ്പൂ കേട്ടോ. ഓ പൊളി. ഓ ഷൈനോ, ഇതൊക്കെ എവിടുന്ന് പഠിച്ചു? ഷൈനോക്ക് ജന്മന ഉള്ള കഴിവ് കേട്ടോ. നമ്മുടെ മീനെ പിടിക്കാൻ വേണ്ടി ഒരുത്തൻ അവിടെ എപ്പോഴുള്ള പുള്ളിയുടെ പരിശ്രമം കേട്ടോ. ആ കുളത്തിൽ കയറി മീനെ അതെ, പുള്ളിക്ക് മീനെ പിടിക്കണോ? അതാ വേറൊരു പുള്ളിയുണ്ട്, ഇവന് മീനെ പിടിക്കില്ല ഹോബി, വേറൊരുത്തന് കിളിയെ പിടിക്കല്. ഗൈസ്, ഇന്ന് നമ്മൾ നമ്മുടെ കുളത്തിലെ റെഡ് സിലോപ്പിയൊക്കെ കാണിച്ചു കൊടുക്കുക അല്ലേ? നമ്മൾ കുഞ്ഞിതായിട്ടല്ലേ കണ്ടിട്ടുള്ളൂ. ഗൈസ്, നമ്മളിന്ന് വ്ളോഗിൽ വേറെ ഈ ഒരു കുളത്തിലെ മീനെ പിന്നെ അതല്ലാതെ വേറെ കുറേ മീനെ കാണിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളതൊക്കെ ടൈം ഉണ്ടെങ്കിൽ കാണുക. ഗൈസ് ഇതാ കേട്ടോ, ഇനി നമ്മൾ തീറ്റ കൊടുത്ത് നോക്കാം. അതെ, നമ്മൾ തീറ്റ കൊടുത്ത് നോക്കാം. ഷൈനോ, മീൻ എങ്ങനെ ഉണ്ട്? ഞങ്ങൾ ഇന്ന് നമ്മുടെ വേറൊരു കുളത്തിൽ നിന്ന് ഫിഷ് ഹണ്ടിങ് ആണ്. ഫിഷ് ഹണ്ടിങ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ തീറ്റ തിന്നാൻ വരുന്ന മീനെ നമ്മൾ കൈ കൊണ്ട് പിടിക്കുന്നു. ആരാ പിടിക്കുന്നേ? ഇന്ന് നമ്മള് കയ്യും വെച്ച് പിടിക്കുന്നത്. നമ്മള് കുളം കാണിച്ചു തരാം നിങ്ങളെ. ഇവക്കും കൊടുക്കും, പിന്നെ നമ്മുടെ പൂച്ചയ്ക്കും കൊടുക്കും. എല്ലാവർക്കും നമ്മൾ ഇന്ന് ഹാപ്പി ആക്കും. പൂച്ച ലൈഫ് ഫിഷ് കഴിക്കട്ടെ. യെസ്, നിങ്ങൾ കമന്റ് ചെയ്യൂ. മീനുള്ള തീറ്റയായിട്ട് ശ്രീഹരി വന്നിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ മീൻ. കുറച്ചിട്ടോ ഇതാ കേട്ടോ നമ്മുടെ കുളം. മീൻ നമ്മളിവിടെ അടുത്ത് വന്ന് ഇരുന്നോളൂ. ഷൈന, ഇത് പിടിച്ച് വെള്ളത്തിൽ പോകാൻ പോവല്ലേ? വാട്ടർ പ്രൂഫ് ഒന്നും പറഞ്ഞ് നീ അങ്ങനൊന്നും കാണിക്കില്ല. ഇതിനകത്തിലെ മീനാട്ടോ. ഈ വലുതൊന്നും നമ്മളിവിടെ ഇരിക്കുന്ന കാരണം പൊങ്ങി വരത്തില്ല, ചെറുത് മാത്രമേ പൊങ്ങി വരത്തുള്ളൂ. സംഭവം വലുത് വരുമെങ്കിൽ സെൻട്രലേ വരത്തുള്ളൂ ഗൈസ്, അടുത്തൊന്നും തീറ്റ എടുക്കാൻ വരത്തില്ല. നമ്മുടെ പൂച്ച സാർ ഇവിടെ നോക്കിയിരിക്കുക. പുള്ളിക്ക് അറിയാം ഇന്നെന്തോ കിട്ടും. പുള്ളി നോക്കിയിരിക്കുക. പറ്റുവാണെങ്കിൽ ഇന്നിപ്പോ കുളത്തിൽ ചാടി പിടിച്ചേനും. വെള്ളത്തിൽ ഇട്ടാലോ? നമ്മള് കയ്യും വെച്ച് പിടിക്കാണ്ടിരിക്കുക, അതാണ് നമ്മുടെ ടാസ്ക്. നമ്മുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് ഫെയിൽഡായി. നമ്മൾ ഇനി അടുത്ത സെക്കൻഡ് ട്രൈ ചെയ്യണം. പറയട്ടെ, എല്ലാവരും വേടാ. പ്രാവശ്യം കിട്ടുമോ? കിട്ടത്തില്ലെന്നാണ് ഇവര് പറയുന്നത്. നമ്മള് കൊറേ നേരം ട്രൈ ചെയ്തിട്ടും ഒരു മീനെ പോലും കിട്ടിയില്ലല്ലേ ഗൈസ്? നമ്മളെക്കാളും ഭയങ്കര ബുദ്ധിയാണ് ഗൈസ് മീന്. ഒരെണ്ണത്തിനെ കിട്ടിയിട്ട് അത് കയ്യിൽ നിന്ന് ചാടിപ്പോയി. തേണ്ടി വിട്ടല്ല, ചാടിപ്പോയതല്ലേ? നമ്മളിനി ആ വല എടുത്തിട്ട് ഒരു അറ്റംപ്റ്റ് നടത്താൻ പോവാണ്. അതാണ് നമ്മുടെ ലാസ്റ്റ് പരീക്ഷണം. പിള്ളേരൊക്കെ മീനെ കിട്ടിയേ പറ്റുള്ളൂ. ഞാൻ ശ്രീദേവി ഇവിടെ ഭയങ്കര ശ്രീഹരി ഇത് പോയാലും ഈ സൈഡിലൊക്കെ നല്ല ആഴക്കോഴ കുറവാണ് കേട്ടോ. ഇത് നമ്മൾ കുളത്തിന് ആ സൈഡിലോട്ടേ ഉള്ള ആഴം. ഇവിടെ വലിയ സീനില്ല. നടുക്കല്ല, അങ്ങറ്റത്താണ് കേട്ടോ ഇതിൻ്റെ ഫ്ലോപ്പ് വരുന്നത്. ഇവിടെ അധികം ആഴമൊന്നുമില്ല. ഇത് പൊക്കി നോക്കിയാടാ, മീൻ കറി വന്ന്. കുറേ നേരം ട്രൈ ചെയ്ത് നമുക്ക് കുറച്ച് മീനെ കിട്ടിയിട്ടുണ്ട്. നിൻ്റെ കയ്യിലുള്ള മീനെ കാണിച്ച്. ഉണ്ടല്ലേ ഒരു മീനെ തരുവടി. ഒരെണ്ണത്തിനെത്താം. ഒരെണ്ണത്തിനെ എടാ മോനെ എന്നാ
ഗൈസ് പൂച്ചയ്ക്ക് കൊടുക്കുക. ഇതേണ്ട പോയി ഇതിനെ പിടിച്ചു കഴിഞ്ഞാൽ നിനക്കുണ്ട്. എടാ പൊട്ടാ അതേണ്ടേ. എടാ പൊട്ടാ അടിയിൽ നോക്ക്. ഓ ഗൈസ് പൂച്ചയ്ക്ക് കിട്ടിയില്ല. ഷൈനോ എന്നെ എടുത്ത്. ഞാൻ വീട്ടിൽ പോവാ. അല്ല ഇപ്പൊ എടാ ശ്രീദേവി ഇങ്ങോട്ട് ഗൈസ് ഇവിടെ നമ്മുടെ തങ്കു പരിശ്രമത്തിലാണ്. എടാ എന്റെ ഷർട്ട് കാണിച്ചു കൊടുറാ. ഓ ഗൈസ് പുള്ളി തോറ്റ് പിന്മാറിയിട്ടുണ്ട് കേട്ടോ. അതിന് മീനെ കിട്ടത്തില്ലെന്ന് മനസ്സിലായി. സ്വർണത്തിന് നമ്മള് തങ്കുവിന് കൊടുക്കുവാണ്. എടാ തങ്കു കഴിച്ചോടാ. അയ്യോ കൈ ഇപ്പൊ കടിച്ചു പറിച്ചേനും. കുറെ നേരമായിട്ട് പുള്ളി ഒരെണ്ണത്തിനെ കിട്ടുമെന്ന് ആലോചിച്ചിരിക്കും കേട്ടോ. ഗൈസ് ഇതിൻ്റെ അകത്തിൽ തന്നെ മീന് അത്യാവശ്യം ബ്രീഡാകുന്നതുകൊണ്ട് കേട്ടോ നമ്മൾ അതിന് കൊടുത്തത്. ഇവിടെ ശ്രീഹരി നമ്മുടെ മീനിന് തീറ്റ കൊടുക്കുവാണ്. ഇതിൻ്റെ അകത്ത് അത്യാവശ്യം മീനുണ്ട്, നമ്മൾ ഇങ്ങനെ കാണുന്നില്ലല്ലോ. വലിയ വാളയൊന്നും കാണുന്നില്ലല്ലോടി. വെള്ളം ഇച്ചിരി കലങ്ങി ഗൈസ്. മഴ പെയ്ത് വെള്ളം കലങ്ങി. എല്ലാവരും നമുക്ക് കറക്റ്റ് തെളിച്ചത്തി മീനെ കാണാമായിരുന്നു. എത്ര വെള്ളം അത്രയ്ക്കങ്ങ് വേണോ സൈന? അത്രയ്ക്കങ്ങ് വേണോ? നമ്മുടെ ചാനലിൽ ശ്രീഹരിയും കൂടെ കാണുന്നതായിരിക്കും. നമ്മുടെ ചാനലിൽ ഇനി ശ്രീഹരിയും കാണും. പുള്ളി മീനൊക്കെ തീറ്റ കൊടുക്കുവാണ്. നമ്മുടെ വാള ഭംഗി വരുന്നില്ലല്ലോ. ഇന്ന് നമ്മള് നമ്മുടെ വീട്ടിലെ കുറച്ച് ചെടിത്തോട്ടൊക്കെ കാണിച്ചു കൊടുക്കാം അല്ലേ സംഭവം ഷൈനോ? ആ പണ്ട് എന്ന് പറയുമ്പോ ഇവിടെ ഇങ്ങനെ ഇവിടുത്തെ പൂവൊക്കെ കാണാണ് ഗൈസ്. പക്ഷെ ഇപ്പം മഴയായതുകൊണ്ട് ഇവിടെ ഒരു പൂവുണ്ടായിരുന്നു ഗൈസ്. അതിന്റെ പൂവൊക്കെ നല്ല വണ്ടർഫുൾ പൂവായിരുന്നു കേട്ടോ. നല്ല ബോഗൺവില്ലയൊക്കെ അതുപോലെയായിരുന്നു. ചില സമയത്ത് നിങ്ങൾ ഇതൊക്കെ കാണുവാണെങ്കിൽ എന്റെ മോന് ഇവിടെ ഒരു ലൈക്ക് 3-6 ലുക്കാ ഗൈസ്. ഇത് 4 മാസമേ അത് ഉണ്ടാവത്തുള്ളൂ. അതിപ്പോൾ ഉണങ്ങിപ്പോയി. അത് വർഷത്തിൽ 4 മാസം ഉണ്ടാകത്തുള്ളൂ. അതിൻ്റെ അകത്ത് ഷൈനോടെ ഫോട്ടോ ഒക്കെ നമ്മൾ എടുത്തത് ഈ വീഡിയോ നമ്മൾ ആഡ് ചെയ്യാം അല്ലേ? ഈ വീഡിയോ നമ്മൾ ആഡ് ചെയ്യുന്നത്. നല്ല സെറ്റപ്പ് സംഭവം വരാൻ വേണ്ടി ചെയ്തൊരു പരിപാടിയാണ്. നമ്മൾ കോൺക്രീറ്റ് ചെയ്തപ്പോൾ ഇതുപോലെ ഓരോ പൈപ്പ് എല്ലായിടത്തും വെച്ച് കൊടുത്തു കേട്ടോ. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഈ പൈപ്പിൻ്റെ അകത്ത് നമ്മൾ ഇതേ കണക്ക് ഇങ്ങനെ ചെടി വരുമ്പോഴത്തേക്ക് അത് നൈസ് ലുക്കായിരിക്കും. ഇത് കണ്ടില്ലേ? എല്ലായിടത്തും ആ പൈപ്പിൻ്റെ അകത്ത് എല്ലായിടത്തും താഴത്തോട്ട് നമ്മൾ കണ്ടിന്യൂസ്ലി ചെടി ഇട്ടിട്ടുണ്ട്. ഇവിടെ ഒരെണ്ണത്തിലെ മാത്രം ഉണയും. ഇതിപ്പോ നമ്മള് ഈ ഇടയ്ക്ക് വെച്ച ചെടിയാണ്. ഇപ്പൊ ഒരു 4 മാസമൊക്കെ ആയി കാണും. ഇതിവിടെ കുറേ ഉണ്ട് കേട്ടോ. ഇതാണ് ഈ ചെടി. നല്ല ഗുണമുള്ള തേനുള്ള ചെടിയാണ്. ഇപ്പുറത്ത് പിന്നെ നമ്മുടെ നമ്മുടെ സൗന്ദര്യത്തിന് ഗുണമായ തലയ്ക്കൊക്കെ ഹെയർ ഗ്രോത്ത് ആയ അലോവേറ. പിന്നെ നമ്മുടെ മണി പ്ലാന്റ് ആണ്. പിന്നെ ഇതുപോലെ ചുമ്മാ പടം നടക്കുന്ന പർപ്പിൾ ചെടിയാണ്. അങ്ങനെ കുറച്ച് ചെടികളുണ്ട്. 4 മണി ചെടിയുണ്ട്, വെള്ള റോസ് ഉണ്ട്. ഗൈസ് നമ്മൾ തിരുവല്ലയിൽ വാങ്ങിച്ചുകൊണ്ട് വന്ന ചെടിയാണ് കേട്ടോ. ഇത്രയും കുറ്റിയായിട്ട് ഇപ്പോൾ ഒരു 1.5 വർഷം മേളിലായിട്ടുണ്ട് ഈ ചെടി. ഇത് പനിക്കൂർക്കയുടെ വേറൊരു സംഭവമാണ്. ഇത് തുളസി. ഇതെല്ലാവരുടെ വീട്ടിൽ കാണും. ഇത് മറ്റേ ഒരു വെള്ളച്ചെടിയാണ്. പനിക്കൂർക്ക കാണിച്ചും കൂടെ. നമ്മുടെ പനിക്കൂർക്ക കേട്ടോ. സാധാരണ നമ്മുടെ നാട്ടിലെ പനിക്കൂർക്ക ഫുള്ള് പച്ച കളറായിരിക്കും. ഇതിൽ പച്ചയും വെള്ളയും കൂടെ. അപ്പോൾ നമ്മൾ കാണാൻ നല്ല രസമുണ്ട്. ഇത് വേണമെങ്കിൽ ഒരു ട്രീ ആണെന്നൊക്കെ ഒരു ഇതാന്ന് പറയാം. പിന്നെ ഇവിടുത്തെ വേറെ ഹൈലൈറ്റ് എന്ന് പറയുന്ന ആ കാണുന്ന ഇവിടെ നമ്മുടെ താമരയുണ്ട് കേട്ടോ. ഇതിൽ താമരയുണ്ട്. നമ്മൾ 2-3 മീനെ ഇട്ടിട്ടുണ്ട്. അതിനെ കാണുന്നില്ല കേട്ടോ. ഇതിൻ്റെ തൊണ്ട് സംഭവം ഉണ്ട് കേസ് അതിൻ്റെ അകത്ത്. പിന്നെ നമുക്ക് ഈ ഒരു ചെടിയാണ്. എൻ്റെ കയ്യുടെ അത്രയും പൊത്തമുള്ള ഈ ഇല കാണുമ്പോൾ തന്നെ അടിപൊളിയാണ്. ഇതുകൊണ്ട് ഇവിടെ ഫുള്ളുള്ള അടിപൊളി ഒരു ചെടിയാണ്. ഇത് പിന്നെ മുല്ല. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചെടിയാണ്. ഇപ്പം നമ്മൾ ഇത് പറിച്ചെടുത്തിട്ടുണ്ട്. ഇത് കാണുമ്പോൾ നല്ല പഴുത്താണ് തോന്നുന്നത്. ഇതിൻ്റെ ഭയങ്കര ഇത് കയ്പ്പാണ്. ഒട്ടും ഇഷ്ടമല്ല. ഇത് പച്ചക്കായാണ്. ഇത് ക്യാൻസറിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു കാണ്. പണ്ട് ക്യാൻസർ അല്ല, വേറെ എന്തോ അസുഖത്തിന്. ഇതെന്തിനാ അമ്മ ഉപയോഗിക്കുന്നത് ഈ കാ? ഓ ഗൈസ്, ഷുഗറിന് ഉപയോഗിക്കുന്ന കായ കേട്ടോ. ഇത് ഷുഗറിന് ഉപയോഗിക്കുന്ന കായാണ്. ഇത് നല്ല കയ്പ്പാണ്. അതുകൊണ്ട്
അതെ, വെള്ളം തിളപ്പിക്കുന്നത് ഉണങ്ങിയിടണം. ശിവേണ്ടിക്ക് എല്ലാവരും ചേട്ടാ എന്നെ നല്ല മധുരമാണ്, ആപ്പിളിനെക്കാട്ടി മധുരമാണെന്ന് പറഞ്ഞ് കഴിപ്പിച്ച് ഞാൻ കൊണ്ട് തുപ്പിക്കളഞ്ഞ സീനായതാണ്. ഇപ്പം നമ്മൾ പിടിക്കുന്നില്ല, എനിക്കിഷ്ടമല്ല. ഓക്കെ, ചേട്ടായുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഹായ് ഗൈസ്, ഇതാണ് ചക്കര. ഇത് ചക്കരയുടെ മൂത്തമോൾ. അതെ, അപ്പോൾ അത്രയൊക്കെയായിരുന്നു നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.